Good morning, all of you. In our first class, there are 3 hours. Your topic is mechanics and mechanics 2-1. First thing and 1 hour is taken by me. Actually, 3 hours and 1 hour will be taken by Harry sir, 1 hour by me, and 1 hour by another teacher. And I hope all of you are enjoying with the online classes. Unfortunately, there is no way for taking classes directly. Okay, we start the class. Actually, for the time being, online class now Thursday complete. Complete means 2 video exam short attendance. Next week, next Thursday, Harris are alternate weeks. Physics class class notes PPT notes notebook notebook class date I note produce notes date wise notes problems notes perfect. നന്നായിട്ട് പഠിക്കുക. ഈ വർഷം നിങ്ങൾ സെക്കൻഡ് ഇയർ ആണ്, ഫസ്റ്റ് ഇയർ മാതിരിയല്ല. കുറച്ചുകൂടി നിങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് സാർ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിലായവർക്ക് വേണ്ട റെമഡിയൽ ക്ലാസ് ഒക്കെ തരും. മാത്തമാറ്റിക്സോ കെമിസ്ട്രിയോ ഒക്കെ ഫെയിലായവർക്ക്, ഫസ്റ്റ് സെമസ്റ്റർ ഫെയിലായവർക്ക്. അതുപോലെ ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ എക്സാം എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ അത് പറയാം. എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും വേണമെങ്കിൽ അത് പറയാം. ഒരാൾ പോലും ഫെയിലാവരുത് ഈ ക്ലാസ്സിൽ. അതുപോലെ പരമാവധി മാക്സിമം മാർക്ക് വാങ്ങിക്കുക. എല്ലാ സെമസ്റ്ററിലും ടോപ്പ് മാർക്കിൽ തന്നെ നിൽക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ടോപ്പിൽ നിൽക്കണം ക്ലാസ്സിലെ കുട്ടികൾ. അതുകൊണ്ട് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാം. നോട്ട്സോ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും എടുക്കുകയോ വേറെ ആളെ കൊണ്ട് എടുപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു തരും. നന്നായിട്ട് പഠിക്കുക. ഒരു അവർ പോലും മിസ്സാവാതെ, ഒരാൾ പോലും ഒരവർ പോലും മിസ്സാവാതെ പഠിക്കുക. കുറച്ച് മാത്രമേ തരുള്ളൂ. ഒരു ദിവസം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആകെ തരുന്നത് ഒരു ഹാഫ് ആൻ അവർ വീഡിയോ ആണ്. അതൊരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ ഉച്ചവരെയുള്ള ടൈമുണ്ട്. അപ്പോൾ 8:30 തന്നെ തുടങ്ങുക. എന്നിട്ടൊരു 10 മണി വരെ ഈ വീഡിയോ വീണ്ടും കുറച്ച് കേൾക്കുക. അതിനുശേഷം നോട്ട് എഴുതുക. അതിനുശേഷം പ്രോബ്ലം ഒക്കെ ചെയ്യുക. എന്തായാലും ഒരു 12 o'clock വരെയുള്ള പണിയേ ഉണ്ടാവുള്ളൂ മാക്സിമം. എന്നാലും അത് ചെയ്ത് തീർക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ടോട്ടൽ ദർ ആർ 5 modules in mechanics and the book is Klempner and Klongor. You know the book author and you know the book. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ബുക്ക് തന്നെയാണ്. ഇതിനകത്താണ് 4 മൊഡ്യൂൾ ഉള്ളത്. ഒരു മൊഡ്യൂൾ മാത്രം വേവ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ മാത്രം വേറെ മൊഡ്യൂൾ ഉള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന 2 modules ആണ്. ഒന്ന് ഹാർമോണിക് ഓസിലേറ്റർ, അനദർ വൺ വേവ്സ്. ഇന്ന് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി കൻ സ്റ്റാർട്ട് ഹാർമോണിക് ഓസിലേറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി യു ഹാവ് സ്റ്റഡീഡ് ഹാർമോണിക് ഓസിലേറ്റർ, harmonic oscillations, simple harmonic motion, simple harmonic oscillator, simple pendulum, spring motion. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് പ്ലസ് ടുവിന്. ഇതിൻ്റെ ചെറിയൊരു റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് എ ഹാർമോണിക് ഓസിലേറ്റർ? സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എ സ്പ്രിംഗ് in which a force is applied by means of a mass. A spring with the spring constant k, spring constant or force constant k, and a mass is applied at the free end of the spring. This end is fixed and this end is free. This free end, a mass is fixed such that there is a force acting downwards. For example, a force is acting downwards, and when the force is released, it goes back. The restoring force now, it goes back and it executes simple harmonic oscillations. It executes harmonic oscillations. Thus, it is a harmonic oscillator. When we apply a force here, then its length extends through x. This is the extension.
for this spring constant or for this harmonic oscillator, we can write the general equation for force F is equal to minus kx, where k is the force constant. അറിയുന്ന equation. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മെക്കാനിക്സിൽ വരുന്നതാണ്. മെക്കാനിക്സ് as you know based on മെക്കാനിക്സിന്റെ ബേസ് പറയുന്നത് എന്താണ്? ഏറ്റവും ബേസിക് ആയിട്ട് മെക്കാനിക്സിലുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ളത് ക്ലാസിക്കൽ ലോസ് ആണ്. അതിൽ പ്രധാനപ്പെട്ടത് ന്യൂട്ടൺസ് ലോസ് ആണ്. ന്യൂട്ടൺസ് ലോസിന്റെ the primary thing or the ultimate thing in Newton's laws is force is equal to definition of force is equal to mass into acceleration. ന്യൂട്ടന്റെ മൂന്ന് ലോസ് ഉണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് for every when a body continues in its state of rest or of uniform motion until an external force is acting on it. External force is force. അതാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് that force is directly proportional to acceleration ഉള്ളതാണ് സെക്കൻഡ് ലോ. തേർഡ് ലോ പറയുന്നത് that force, if there is a force, there is an equal and opposite reaction. അപ്പോൾ ഈ മൂന്ന് ലോസ് പറയുന്നത് ന്യൂട്ടന്റെ ഈ മൂന്ന് ലോസിൽ പറയുന്നത് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഫോഴ്സ് ആണ് ന്യൂട്ടൺസ് ലോസിന്റെ ബേസ്. ന്യൂട്ടൺസ് ലോസിന്റെ ബേസ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ആണ്. അപ്പോൾ വെക്ടർ ആയിട്ടുള്ള ഫോഴ്സ് ആണ് ന്യൂട്ടൺസ് ലോസിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് വേണമെങ്കിൽ എഫിന് പകരം മാസ് ഇൻറ്റു ആക്സലറേഷൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെങ്കിൽ വെലോസിറ്റി നമ്മൾ എക്സ് ഡോട്ട് എന്ന് പറയും, നിങ്ങൾക്കറിയാലോ. അതേപോലെ ആക്സലറേഷന് എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയും. എക്സ് ഡോട്ട് മീൻസ് ഡി എക്സ് ബൈ ഡി ടി ആണ്. എക്സ് ഡബിൾ ഡോട്ട് മീൻസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ എം ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് ഇക്വേഷൻ എഴുതാം. ദറ്റ് ഈസ് എം എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു minus kx. mx double dot is equal to minus kx or mx double dot plus kx is equal to 0. This is the second order differential equation of harmonic wave. Harmonic wave inde second order differential equation aanu ee equation mx double dot plus kx is equal to 0. Ee equation ningal oro samayathu harmonic oscillation പഠിക്കും, ഓരോ രീതിയിൽ പഠിക്കും. ഇതിൻ്റെ പല രൂപത്തിൽ നിങ്ങൾ പഠിക്കും. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്പ്രിംഗ് ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വി ക്യാൻ റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഇതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും ഒരു സൈൻ ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷനായിട്ട്, അതല്ലെങ്കിൽ സൈനിൻ്റെയും കൊസൈൻ്റെയും സമ്മായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതായത് എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ എന്ന രൂപത്തിൽ എഴുതാം. സിംപ്ലി വി ക്യാൻ റൈറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സൊല്യൂഷൻ എഴുതാം എ കോസ് omega 0 t plus 5. ഇതാണ് സിംപ്ലസ്റ്റ് ഫോം. സൈൻ അല്ലെങ്കിൽ കോസ് നേടാം. a cos omega 0 t plus 5. a is the amplitude, omega 0 is the natural frequency. a is the amplitude, omega 0 is the natural frequency of the spring. Phi is the phase angle. Omega 0 is equal to is equal to 2 pi divided by t where t is the period, lambda is the wavelength, f is the frequency is equal to 2 pi omega 0 frequency ആണ് omega 0. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേവ് എഴുതാം. വേവ് can be represented by a sinusoidal function and here this is the time period and this is the wavelength and time taken to complete one wavelength to move from a particle from this point to this point is called period t. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് പീരിയഡ് ടി. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ്ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി, ഇതിനകത്ത് ടൈം എക്സ് ആക്സിസിനും ഡിസ്പ്ലേസ്മെന്റ് വൈ ആക്സിനും എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ഇപ്പോൾ ഈ പോയിന്റാണ് കൺസിഡർ ചെയ്തെങ്കിൽ ഈ പോയിന്റിലെ ടൈം ടി ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു. ഈ പോയിന്റാണ് കൺസിഡർ ചെയ്തെങ്കിൽ ഇവിടെ ടൈം ടി ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് മീൻസ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ 0 ടി പ്ലസ് 5 നടത്തും. ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഡി എക്സ് ബൈ ഡി ടി ഓർ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു dx by dt or x dot is equal to a
What is the differential of cos theta? Sin theta. Minus sin theta. Minus sin omega 0 t plus phi. പിന്നെ ഈ ടിയുടെ കോഎഫിഷ്യന്റ് ഒമേഗ 0 കൂടി പുറത്തേക്ക് എടുക്കേണ്ടി വരും. മൈനസ് എ ഒമേഗ 0 കോസ് ഒമേഗ 0 ടി പ്ലസ് 5 ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് വൺസ് അഗെയിൻ വി ഗെറ്റ് എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ 0 സൈൻ തീറ്റയുടെ ഡിഫറൻഷ്യൽ കോസ് തീറ്റ. പിന്നെ ഒമേഗ 0 പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ഒമേഗയും കൂടി വരും. ഇവിടെ ഒമേഗ 0 സ്ക്വയർ വരും. കോസ് ഒമേഗ 0 ടി പ്ലസ് 5 that is equal to minus omega 0 square. What is a cos omega 0 t plus 5? X double dot is equal to minus omega 0 square x. Let omega 0 square is equal to ഒരു കാര്യം കൂടി ചെയ്യാം. We can multiply both sides of the equation by m. മാസ് കൊണ്ട് സ്പ്രിംഗിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mx double dot is equal to minus m omega 0 square x. mx double dot is equal to force. mx double dot is equal to minus m omega 0 square x. ഇവിടെ നമ്മൾ m omega 0 square ന് പകരം k എന്ന് കൊടുക്കുന്നു. Then mx double dot is equal to minus k into x എന്ന് കിട്ടും. Or mx double dot plus kx is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സ്പ്രിംഗിന്റെ ഇക്വേഷൻ കിട്ടി. അതിൽ k is equal to കൊടുത്തിരിക്കുന്നത് k is equal to what is the value of k? m omega 0 square. K is equal to m omega 0 square or omega 0 square is equal to k by m or omega 0 is equal to square root of k divided by m. Omega 0 is equal to square root of k by m. Period equation period t is equal to 2 pi by omega ആണ്. അപ്പോൾ period t is equal to 2 pi divided by root k by m. That is equal to എന്താണ്? t is equal to 2 pi root m by k ആണ്. This is the equation for omega 0 in terms of k അല്ലെങ്കിൽ k in terms of omega 0. Clear ആണല്ലോ. അപ്പോൾ നമ്മൾ we have derived equation for simple harmonic oscillator and the frequency natural frequency of simple harmonic oscillator in terms of the force constant or spring constant k. ഇത്രയാണ് ഇതിന്റെ ഫസ്റ്റ് വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് എനർജി ഇക്വേഷൻ ആണ്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തരാം. ഒന്നിച്ച് കണ്ടിന്യൂസ് ആകുമ്പോഴേ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വിഷമമായിരിക്കും, എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ വിഷമമായിരിക്കും. ഇത് മൂഡിൽ വഴിയാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തരാം. ഒരു പസിൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുമായിട്ട് ബന്ധമില്ല, മെക്കാനിക്സ് ആയിട്ട് ബന്ധമില്ല, വെറുതെ നിങ്ങളൊരു ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്ലോക്കിൽ ദി ടൈം ഈസ് 10:55. ടൈം ഈസ് 10:55. ഈ ക്ലോക്കിൽ അതിനകത്തുള്ള അവർ നീഡിലിൻ്റെ പൊസിഷൻ എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ ഈ 12 എന്ന് പറയുന്നത് 0 അല്ലേ, 12 o'clock എന്ന് പറയുന്നത് ഇത് 0 ആണ്. ഇങ്ങനെ നീഡിൽ തിരിച്ച് വരുമ്പോൾ 10:55 ആകുമ്പോൾ അവർ നീഡിലിൻ്റെ ആംഗിൾ ടേൺ എത്രയായിരിക്കും? മിനിറ്റ് സൂചിയുടെ ആംഗിൾ ടേൺ എത്രയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യുക. കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നവർക്ക്, അതായത് പിന്നെ ഒരു ടൈം തരാം ഞാൻ. ഇന്നിപ്പം ഉച്ചക്ക് 12:30 മുമ്പായിട്ട് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്, ഒരു സമ്മാനം ഉണ്ടാവും. അപ്പോൾ ക്യാൻ ട്രൈ ഇറ്റ്. ഓക്കെ, താങ്ക് യു.